ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ വിഷയത്തിന് ചില പ്രത്യേകതയുണ്ട്. അത് പാരമ്പര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ്. ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്? പാരമ്പര്യ രോഗങ്ങൾ പാരമ്പര്യം തന്നെയാണോ? പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് മലയാളികൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ഡോക്ടർ സനൽ സാറിനെയും. സനൽ സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, and for good evening. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന് സാറ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അച്ഛനുണ്ടോ? ഉദാഹരണത്തിന് പ്രമേഹം ആയിക്കോട്ടെ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു അവസ്ഥയിൽ എന്നാണ് ആദ്യത്തെ ചോദ്യം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ദോഷം പാരമ്പര്യത്തിന് കൊടുക്കാറുണ്ട്. മുമ്പ് അത് കൊടുക്കാറുണ്ടായിരുന്നു, അച്ഛനൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇന്നത് മാറിയിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ഇത്തരം രോഗങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു എത്തിയിരിക്കണം. അത് അത്രമാത്രം ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. അപ്പൊ ഈ അന്വേഷണം ഞാൻ തുടങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് എന്നെ പോലെയുള്ള കുറച്ച് പേരുമായിട്ട് ഷെയർ ചെയ്യാം. അത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഇതിലൊരു മാറ്റം വരേണ്ടത്. നമ്മളെ ചിന്തിക്കുന്ന രീതിയിൽ ഒത്തിരി മാറ്റം വരേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നി. അതാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. സോ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്രീൻ വന്നു അല്ലേ? ഓക്കെ, സ്ക്രീൻ ഓക്കെ അല്ലേ സർ? ഓക്കെ. സോ DNA is not your destiny എന്നാണ് ഇന്നത്തെ ഈ ഒരു പാർട്ടിന് ഞാൻ കൊടുക്കുന്ന ഹെഡിങ്. കാരണം DNA മുഖേന, DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമുക്ക് ജനിതകപരമായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും DNA വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ എല്ലാ കോശങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ DNA is not your destiny എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളതിലേക്ക് പോവാം. നമ്മുടെ ശരീരത്തില് ഒത്തിരി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ജൈവ പ്രവർത്തനങ്ങൾ. ഈ ജൈവ പ്രവർത്തനങ്ങൾക്ക് അറിയാം അത് എപ്പോഴും ഓൺ ആവണം, എപ്പോഴാണ് ഓഫ് ആവേണ്ടത്. ഈ ഓൺ ആവുക ഓഫ് ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് ആ സിർക്കാഡിയൻ റിതം എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചിരുന്നു. അപ്പൊ അതിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമുക്കിപ്പം ഉറങ്ങാനുള്ള സമയവും ഉണരാനുള്ള സമയവും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണോ അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണോ ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് നമുക്കറിയാം. പക്ഷെ അതല്ലാതെ നമുക്ക് പേടി വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് പകരമായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെന്ന് അഡ്രിനാലിൻ ഗ്ലാൻഡിന് മനസ്സിലാവാൻ അഡ്രിനാലിനകത്തുള്ള കോശങ്ങൾ എപ്പോൾ ഓൺ ആവണം എന്നും എപ്പോൾ ഓഫ് ആവണമെന്നും അതിനറിയാം. നമുക്ക് വിശക്കുന്ന സമയത്ത് ഗ്രലിൻ എന്ന ഹോർമോൺ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കുടലിനറിയാം. അങ്ങനെ തുടങ്ങിയിട്ട് അത് ജസ്റ്റ് ഹോർമോണൽ വൈസ് ഞാൻ പറഞ്ഞതാണ്. അത് മാത്രമല്ല, നമുക്ക് കണ്ണിലേക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺപോളെ അടയുന്നതിന് പോലും അതൊരു ജൈവ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുപോലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം അല്ലെ? ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആക്ച്വൽ ചില സംഭവങ്ങൾ നമ്മൾ സഡൻ ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ചില കാര്യങ്ങൾ റെത്തമിക് ആയിട്ട് നടക്കുന്നതുണ്ട്. ഈ റെത്തമിക് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഫിസിയോളജിയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ, അത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ ഒരു ആകെത്തുകയായിട്ട് പറയാം. അങ്ങനെയുള്ള റിത്തമിക് പ്രവർത്തനങ്ങൾ എപ്പോഴാണ് ഓൺ ആവേണ്ടത് എപ്പോഴാണ് ഓഫ് ആവേണ്ടത് എന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ ശരീരം തീരുമാനിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അലാം വയ്ക്കാതെ തന്നെ കൃത്യസമയത്ത് ഉണരാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒത്തിരി എക്സാമ്പിൾസിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയേണ്ട സെല്ലുലാർ ലെവലിൽ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ കോശത്തിനകത്ത്
പ്രധാനമായിട്ട് കാണപ്പെടുന്ന ജീൻ, ഒന്ന് സെല്ലുലാർ ഡി എൻ എ എന്ന്, സോറി, ന്യൂക്ലിയർ ഡി എൻ എ എന്ന് പറയുന്ന ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ എ ഉണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയൽ ഡി എൻ എ എന്ന് പറയുന്ന മൈറ്റോകോൺട്രിയ ഉണ്ട്, സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഈ പവർ ഹൗസിന്റെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസിന്റെ മൈറ്റോകോൺട്രിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഡി എൻ എ ഉണ്ട്. അപ്പൊ ഇതില് ഈ കോശങ്ങൾക്കകത്തുള്ള ക്രോമോസോമിനകത്ത് നമുക്ക് ഡി എൻ എ ഈ ഒരു കാണിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഡി എൻ എ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതിനെ ജീൻ എന്ന് പറയാം. ഈ ജീനിന് അല്ലെങ്കിൽ ഡി എൻ എക്ക് ഒരു പെർട്ടിക്കുലർ കോഡ് ഉണ്ടാവും. ഈ കോഡിനനുസരിച്ചാണ് ഇതിങ്ങനെ പോകുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് 23 ജോഡി അഥവാ 46 ക്രോമസോമുകളുണ്ട്. ഈ 46 ക്രോമസോമുകളിലും കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഡി എൻ എ 300 കോടിയോളം വരും. ഈ 300 കോടി ഡി എൻ എയും കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 30,000 ജീൻ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരു അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നമുക്ക് ക്രോമോസോം കിട്ടുന്ന സമയത്ത് ആ ക്രോമോസോമിലത്തെ ചില വകതിരിവുകളാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ് ആൻഡ് വൈ ക്രോമോസോമുകൾ, 46ാമത്തെ ഒരു ക്രോമോസോം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അങ്ങനെ 45 സെയിം ആയിരിക്കും. പക്ഷെ 46ാമത്തെ ആ ഒരെണ്ണമാണ് ഡിസൈഡ് ചെയ്യുന്നത് എക്സ് ആണോ വൈ ആണോ, അങ്ങനെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഒരു ജനറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഓക്കെ, ഇതുവരെ നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഡി എൻ എ കോഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ, എന്നാൽ നമ്മൾ അതിനെ കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതൊക്കെ ഓൾറെഡി കിട്ടുന്നുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവും. ആ പ്രോസസ്സിംഗ് ഒക്കെ വളരെ നന്നായിട്ട് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ജനിതകപരമായിട്ട് എന്നിലേക്ക് എത്തും, അഥവാ ഞാനും ആ ഒരു രീതിയിൽ തന്നെ പെരുമാറി തുടങ്ങും. ഇത് നമുക്ക് അറിയാമല്ലോ, പല ആൾക്കാരുടെയും ഇപ്പോ അച്ഛന്റെ അതേ രൂപം അല്ലെങ്കിൽ അതേ സൗണ്ടിൽ തന്നെ ഒരേപോലെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ വരാനുള്ള ഒരു റീസൺ ഇതേ ജനറ്റിക് കോഡിങ് തന്നെയാണ്. അങ്ങനെ ഡി എൻ എ കൊടുക്കുന്ന കോഡിങ്ങുകൾ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഒരു കോശത്തിനകത്ത്. ഈ RNA മുഖേന പലതരത്തിലുള്ള പ്രോട്ടീനുകളായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുകയും അത് അതിന്റെ ഫങ്ഷൻസ് ഒരു പ്രോട്ടീൻ ചെയിൻ ആയിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും. ജീൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സീരീസ് ഓഫ് സ്റ്റെപ്പാണ്, ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒതുങ്ങില്ല. കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫൈനൽ റീഡിങ്, അല്ലെങ്കിൽ അതിന്റെ ആകെത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കോശങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ ആണ് ജീൻ എക്സ്പ്രഷൻ വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ആ ജീനുണ്ട്. ആ ഒരു കോശത്തിനകത്ത് ഒരു ജീനുണ്ട്. ആ ജീൻ പലതരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ടാക്കും, ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഉണ്ടാകുന്ന ഒരു രീതി നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫങ്ഷനെയും സ്വാധീനിക്കും. അതിനെ പറയുന്ന മെത്തേഡുകൾ, പ്രത്യേകിച്ച് ബയോകെമിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, DNA നിന്ന് RNA-യിലേക്കും, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ചെയിനിലേക്കും പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഇതിന്റെ ബേസ് ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. കാരണം ഒരു കോശത്തിനകത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ തലയിലേക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി വകതിരിവോട് കൂടിയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം വേണം നമുക്ക് ഇതിനെ അപഗ്രഥിച്ച് ഫർദർ ഇനി എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറസ് രോഗങ്ങൾക്ക് ഒരു പക്ഷേ ആന്റിബയോട്ടിക് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ റീസെന്റ് ഇപ്പൊ കുറച്ച് കാലമായിട്ട് പത്രങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആന്റിബയോട്ടിക്സ് ഓവർ യൂസ് ചെയ്യരുത്. ഈ ബാക്ടീരിയയെയും വൈറയെയും, അല്ലെങ്കിൽ വൈറസ് എന്ന് വേണമെങ്കിൽ പറയാം, പലതരത്തിലുള്ള വൈറസ് കൂടുമ്പോൾ വൈറയാണെന്നും പറയുന്നു. എനിവേ, അത് ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ ഇതിലേക്ക് പോകണം, അത് വേണ്ട. ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു?
ആന്റിബയോട്ടിക് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ബാക്ടീരിയയുടെ എൻവയോൺമെന്റ് മാറി അതൊരു സിംഗിൾ കോശമാണ് കേട്ടോ. ഈ എൻവയോൺമെന്റ് മാറുന്ന സമയത്ത് അതിന് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന രീതിയിൽ അതിന്റെ ഉള്ളിലെ സെല്ലിനകത്തുള്ള പല കാര്യങ്ങളും മാറിയിട്ട് ഒരു പുതിയ ബാക്ടീരിയ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ വൈറസിനെ പറ്റി എടുക്കുമ്പോൾ പലതരത്തിലുള്ള മ്യൂട്ടേഷൻ, വൈറസിനകത്ത് ജീൻ ഉണ്ട് അല്ലെങ്കിൽ DNA ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ അതിനകത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലും ഉണ്ടാവാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനകത്തും അല്ലെങ്കിൽ പുറത്തും പലതരത്തിലുള്ള മ്യൂട്ടേറ്റഡ് വൈറസുകൾ ഉണ്ടായിട്ട് കോവിഡിന്റെ വൈറസിന് തന്നെ പല വകഭേദങ്ങളും ഉണ്ടായി. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന വാക്സിൻ ഒരു പക്ഷേ ഇനി വരുന്ന മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വൈറസിന് മതിയാവില്ല എന്ന് വന്നു. ഇങ്ങനെ വന്നപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ പേടി വന്നു. ഇതേ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ വൈറസോ ബാക്ടീരിയയോ വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കട്ടെ അല്ലെ, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ ഇതൊന്നും അല്ലാതെ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല ഫങ്ഷൻസോ ഇല്ലേ, ഈ ഫങ്ഷൻസിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ഒക്കെ എഫക്റ്റ് അഥവാ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള എൻവയോൺമെന്റ്, കോശങ്ങളുടെ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് മാറുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിതസ്ഥിതി മാറുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഫങ്ഷൻസും ശരിയായ രീതിയിൽ നടക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആ സമയത്ത് നമ്മൾ മരുന്ന് മാറി അല്ലെങ്കിൽ പുതിയ പുതിയ ഹെവി ഡോസിലുള്ള മരുന്നുകളിലേക്ക് പോയി, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പല രീതികൾ കൊണ്ടാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്തത് അല്ലെ. അറ്റ്ലീസ്റ്റ് വൈറൽ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയെങ്കിലും ബോഡി പെയിനും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആ ഹെവി ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ 2 ആഴ്ചയോളം പോകാതെ നിന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നിരുന്നോ? ഇല്ല. നമ്മൾ പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും തേടി. അങ്ങനെയാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും മറ്റു പല ന്യൂട്രീഷ്യസ് ഫുഡിലേക്കും നമ്മളെ ഭക്ഷണം നന്നാക്കുന്നതിലേക്കും ഉറക്കം ശരിയാക്കുന്നതിലേക്കും ഒക്കെ നമ്മൾ എത്തിയത്. ഓക്കെ, സോ നമ്മുടെ ജീൻ എക്സ്പ്രഷനിലേക്ക് തന്നെ തിരിച്ചു ഒന്നുകൂടി പോവുകയാണെങ്കിൽ ഗാലക്ടോസീമിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയെടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ, അല്ലെങ്കിൽ നിയോനേറ്റ് എന്ന് പറയാം, നമ്മുടെ ജനിച്ചു വീണ കുഞ്ഞിന്, ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ലാക്ടോസ് അല്ലെങ്കിൽ ഗാലക്ടോസിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകപരമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ചില ജീനുകളുടെ പ്രശ്നമാണ് അത്. അപ്പൊ അതിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം വേണം. ഈ എൻസൈമാണ് ഇതിന് വിഘടിപ്പിച്ചിട്ട് ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയായ. അപ്പൊ ഈ ഗാലക്ടോസ് എവിടെയാ ഉള്ളത്? ഒരു കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം പാലാണ്. ആ പാലിൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്ടോസ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഉള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാലക്ടോസിനെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക, എന്നിട്ടുള്ള പാല് കൊടുക്കുക. അതൊരു പക്ഷെ സിന്തറ്റിക് മിൽക്ക് ആവാം, അതല്ലെങ്കിൽ നമ്മൾ മറ്റു പല വഴികളും ഉപയോഗിച്ചിട്ട് ഗാലക്ടോസിനെ റിമൂവ് ചെയ്യുന്നതാവാം. എന്നിട്ട് ഈ കൃത്രിമമായിട്ടുള്ള പാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിന് പിന്നീട് പ്രശ്നമൊന്നുമില്ല, അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല മെത്തേഡാണ്. ഗാലക്ടോസിന് പകരം, ഗാലക്ടോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, കാർബോഹൈഡ്രേറ്റിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റ് കാർബോഹൈഡ്രേറ്റുകൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കുഞ്ഞിന് എപ്പോഴെങ്കിലും ലാക്ടോസ് കഴിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അപ്പോഴൊക്കെ ആ അലർജി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി വളരെ രൂക്ഷമാവുകയും കുട്ടിക്ക് ഒരിക്കലും, കുട്ടിയായാലും വലുതായാലും ഒരിക്കലും അത് ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു രീതിയിലെത്തുകയും ചെയ്യും. അതേ സമയത്ത് ഇതിന് തന്നെ മറ്റൊരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്ടോസിന്റെ അളവ് കുറച്ച് മറ്റ് സാധനങ്ങളുടെ കൂടെ ഈ ഗാലക്ടോസ് കൂടി വളരെ ചെറിയ തോതിൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ആ ജീൻ കൊണ്ടുള്ള പ്രശ്നം അഥവാ എക്സ്പ്രഷൻ വളരെ കൂടുതൽ വരാതെ അതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരു ചെറിയ മാറ്റം കൊണ്ടുവരാനോ ശരീരത്തിന് കഴിയും. ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം വളരെ ചെറിയ തോതിലെങ്കിലും ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഇഷ്യൂലേക്ക് ലേറ്റർ ഓൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ കഴിയും. എന്നാൽ മറ്റു ചില പ്രശ്നങ്ങൾ, ഇപ്പോ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കളറ്. ഈ കണ്ണിന്റെ കളറും ഒരുപക്ഷെ
നമുക്ക് പാരന്റലായിട്ട് കിട്ടുന്നതാണ്, അല്ലെ? ചില ആളുകളുടെ കണ്ണിന് വെളുപ്പ് നിറം കൂടുതലായിരിക്കും, ചില ആളുടെ ബ്രൗൺ കൂടുതലായിരിക്കും, ചിലതിന് ബ്ലാക്ക് കൂടുതലായിരിക്കും. ആൻഡ് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സിനും ഓൾമോസ്റ്റ് ഇതേ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പാരന്റലായിട്ട് വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ എൻവയോൺമെന്റിൽ അതിന് ചില സ്വാധീനമുണ്ട്, എല്ലാ കാര്യത്തിലും സ്വാധീനമില്ല. ഈ സ്വാധീനം ഇല്ലാത്തതിൽ നമുക്ക് വേണമെങ്കിൽ ഈ കളർ ഓഫ് ഐറിസ്, കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ എടുക്കാം. അതേ സമയത്ത് ഗാലപ്റ്റോസിമിയ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് അവിടെ ചെറിയ തോതിലെങ്കിലും മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ എൻവയോൺമെന്റ് കൊണ്ട് സാധിക്കും. ഇവിടം കൊണ്ട് തീർന്നില്ല. നമുക്ക് ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീങ്കണ്ണി അതുപോലെ തന്നെ മുതല തുടങ്ങിയവയുടെ എക്സ് ആൻഡ് വൈ ക്രോമോസോമുകളെ പറ്റിയിട്ടാണ്. അഥവാ അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നിശ്ചയിക്കുന്നത് എന്താണ്? അതിന്റെ എക്സ് ആൻഡ് വൈ ക്രോമോസോം ആണോ? മുട്ട വിരിഞ്ഞിട്ടാണ് ഇത് രണ്ടും ഉണ്ടാവുന്നത്. പക്ഷെ ഈ മുട്ടയുടെ പുറത്തെ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഒരു ചീങ്കണ്ണി കുഞ്ഞ് മെയിൽ ആവാനോ അല്ലെങ്കിൽ ഫീമെയിൽ ആവുമോ എന്നുള്ളതിന്റെ സാധ്യത മാറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിയാൻ ആവശ്യമുള്ള അതിന്റെ മുട്ടയുടെ ചൂട്, ഹാച്ചിങ് എന്ന് പറയില്ല, എഗ് ഹാച്ചിങ്ങിൽ ആണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇരട്ടകളെ പറ്റി, ഇരട്ട കുട്ടികളുടെ കാര്യത്തിൽ ഇതേ ഒരു കാര്യം എടുക്കാൻ പറ്റും. രണ്ട് വ്യക്തികൾ ഇരട്ടകളായിരിക്കാം, ഒരു കുട്ടിക്ക് ഉള്ള അതേ പ്രത്യേകതകൾ മറ്റേ കുട്ടിക്കും കാണാനുണ്ട്, അപ്പിയറൻസിലുണ്ട്, പക്ഷെ ബിഹേവിയറിൽ ഒത്തിരി മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഈ മാറ്റം വരാനുള്ള കാരണം എന്താണ്? ജനിതകപരമായിട്ട് എല്ലാം ഈക്വൽ ആയിരുന്നില്ലേ? അതെ. പക്ഷെ പിന്നീട് എങ്ങനെ ചില കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെ ബോഡിയുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞിന് പെട്ടെന്ന് അസുഖം വരുന്ന രീതിയും മറ്റേ കുഞ്ഞിന് അത്രയ്ക്കൊന്നും പെട്ടെന്ന് അസുഖം വരാത്ത രീതിയും, ഒരു കുഞ്ഞിന് വിശപ്പ് വളരെ കൂടുതലും മറ്റേ കുഞ്ഞിന് വിശപ്പ് അധികം ഇല്ലാത്തൊരു രീതിയും, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ പല കാര്യങ്ങളും കാണാനുണ്ട്. എന്നാൽ അതേ സമയത്ത് ഹൈറ്റ് കൂടിയ അച്ഛനമ്മമാരുടെ കുട്ടികൾ പൊതുവെ ഹൈറ്റ് കൂടാൻ സാധ്യത കൂടുതലുള്ളവരാണ്. വളരെ ശരിയാണ്. നേരെ തിരിച്ചും ഹൈറ്റ് കുറഞ്ഞ അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് പൊതുവെ കുറവായിരിക്കും. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ആ കുട്ടിയുടെ ഹൈറ്റ് കൂടുതലായിരിക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? രണ്ട് പാരന്റ്സും ഹൈറ്റ് കൂടിയവരായിരുന്നു, എന്നാൽ അതിന് കൊടുക്കുന്ന പോഷകങ്ങൾ എങ്ങനെയുണ്ട്, അതിന്റെ ഭക്ഷണം വളരെ പ്രോപ്പർ ആണോ എങ്കിൽ മാത്രമേ ആ കുഞ്ഞിനും ഹൈറ്റ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, അല്ലെ? കൾച്ചർ മീഡിയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കൾച്ചർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു കോശം, പ്രത്യേകിച്ച് സ്റ്റെം സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെം സെല്ലിന് വളരാൻ ആവശ്യമുള്ള മീഡിയം ഒരു ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ കൾച്ചർ മീഡിയം എന്നാ പറയും. ഈ കൾച്ചർ മീഡിയത്തിനകത്ത് നമ്മൾ സ്റ്റെം സെല്ലിനെ ഇട്ടിട്ട് ആ ഒരു റിസർച്ച് നടന്നതാണ്. ആ സ്റ്റെം സെല്ലിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 50,000 സെല്ലോളം അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു പോട്ടിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പാത്രത്തിൽ ഉണ്ടായിരുന്ന സ്റ്റെം സെല്ലിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നു. ഈ ശാസ്ത്രജ്ഞർ ഇതിങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ട് ഈ 3 എണ്ണത്തിലുള്ള എൻവയോൺമെന്റിനെ മാറ്റാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ മീഡിയത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചില കോശങ്ങൾ ലിവർ സെല്ലിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്, ചില കോശങ്ങൾ എല്ലിന്റെ സെല്ലിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചില കോശങ്ങൾ സ്റ്റെം സെല്ലിന് ഉണ്ടായിരിക്കുന്ന ചില കോശങ്ങളുടെ മുടിയുമായിട്ട് ആണ് താതാത്മ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് 3 പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 പാത്രത്തിലും ഇനീഷ്യലി ഉണ്ടായിരുന്ന സ്റ്റെം സെൽ ഒന്ന് തന്നെ ആയിരുന്നെങ്കിലും ഈ 3 എണ്ണത്തിലും പിന്നീട് നമ്മുടെ എൻവയോൺമെന്റ് മാറിയ സമയത്ത് 3 തരത്തിലുള്ള കോശങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്യുവർലി അപ്ലിക്കബിൾ അല്ല. കാരണം ഓരോ കോശത്തിലും ഈ പറഞ്ഞ ജീനുകളുണ്ട്, ഈ പറഞ്ഞ എണ്ണം ക്രോമസോമുകളുണ്ട്, ഈ പറഞ്ഞ എണ്ണം DNA-കളും ഉണ്ട്. എന്നിട്ടും ചില കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കാനും ചില കോശങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടും ചില കോശങ്ങൾ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വർക്ക് ചെയ്യുന്നത് എങ്ങനെ? ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെം സെൽ ശരീരത്തിനകത്ത് തന്നെ
ഏകകോശമായിട്ട് നമ്മൾ വളരുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്യുകയും അതിനെ വേണ്ട രീതിയിൽ മാറ്റി ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ശരീരത്തിന് കഴിഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനറ്റിക് ആണ്. ആ ജീനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എന്നാൽ അതിന്റെ നറിഷ്മെന്റ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച്, അതിന്റെ പോഷകം എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൂടുതൽ മാറ്റങ്ങൾ ശരീരത്തിന് സ്വന്തമായിട്ട് വരുത്താൻ കഴിവുണ്ട്. അപ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. കാരണം നമുക്ക് ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തുമുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഈവൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ്, നമ്മുടെ റേഡിയേഷനും അൾട്രാവയലറ്റ് റേസും അല്ലെങ്കിൽ സൂര്യപ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നേരിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ സ്മോക്കിങ്ങും പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, മഴ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലൈഫ് സ്റ്റൈൽ ഫാക്ടറായിട്ട് എടുക്കാം. ഡ്രിങ്കിങ്ങും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഒക്കെ അതുമായിട്ട് ലൈഫ് സ്റ്റൈൽ ഫാക്ടർ ആയിട്ടാണ്. ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതിനൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ഉണ്ട്. നമ്മുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈവൻ നമ്മൾ സ്ട്രെസ് എടുക്കുന്ന രീതി, ഞാൻ ഒരേ ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന 2 വ്യക്തികളോട്, ആദ്യത്തെ വ്യക്തി അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് രണ്ടാമത്തെ വ്യക്തിയും ബൈ ചാൻസ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. ഞാൻ 2 പേരെടുത്തും സംസാരിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി എപ്പോഴും സ്ട്രെസ് ആയിട്ട് ആണ് ഞാൻ സംസാരിക്കുമ്പോഴുണ്ടാവാറ്. വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. അയാൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ എല്ലാ ഇതും പെർഫെക്റ്റ് ആക്കിയതിനു ശേഷമേ അയാൾ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അതേസമയത്ത് രണ്ടാമത്തെ വ്യക്തി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ആ സ്ട്രെസ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ, ഒരു ഓവർലുക്ക് ആണ് അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്ട്രെസ് എടുക്കാറില്ലായിരുന്നു. ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്ന സാധനമാണോ? പക്ഷെ നമ്മുടെ ഒരു ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജനറ്റിക് എന്ന് പറയുന്നത് തന്നെ ഇന്റേണൽ ഫാക്ടറാണ്. ഇതുകൂടാതെ ഈ എപ്പിജനറ്റിക് ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീൻ എക്സ്പ്രഷൻസ്, ജീനിന് മുകളിലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട് എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അടുത്ത സെഷനിൽ പോകുന്നുണ്ടാവും. ഈ എപ്പിജനറ്റിക് ഇൻസ്റ്റബിലിറ്റി എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിനനുസരിച്ച് ഇന്റേണൽ ഫാക്ടറും അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീൻ എക്സ്പ്രഷൻസും മാറിക്കൊണ്ടിരിക്കും. എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് എക്സ്പ്രഷൻ മാറും എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒത്തിരി ഇൻഫ്ലമേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കെമിക്കൽസും ബയോ കെമിക്കൽസും നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഫാക്ടറാണ്. അതുപോലെ തന്നെ ഹോർമോൺസും, പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമൊക്കെ നമ്മുടെ ജീൻ എക്സ്പ്രഷനെയും അല്ലെങ്കിൽ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഇത്തരം ഫാക്ടേഴ്സ് വച്ച് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ബെറ്റർ ആക്കാൻ എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു സെഷനിൽ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടാതെ ഈ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റും പൂർണ്ണമായിട്ടും മാറ്റർ ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമല്ല പുറത്തുള്ളതും മാറ്റർ ചെയ്യും. പക്ഷെ ഈ പുറത്തുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്കുള്ള അല്ലെങ്കിൽ നല്ല ഒരു മാറ്റത്തിലേക്കുള്ള ആരോഗ്യത്തിലേക്കുള്ള വഴി എങ്ങനെയൊക്കെ നമുക്ക് തുറക്കാം എന്നതിലേക്ക് അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം അല്ലെ. എപ്പോഴും കുറ്റം പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീൻ നമ്മുടെ ഡെസ്റ്റിനി എങ്ങനെ സ്വാധീനിക്കുന്നു. നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, കുറ്റമൊക്കെ ആരെങ്കിലും തലയിൽ വെച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും.
നമുക്കൊരു പ്രശ്നവും ഇല്ല. ആരുടെയെങ്കിലും തലയിൽ വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ അതിന് പറ്റുന്ന ഒട്ടും ശല്യമില്ലാത്ത ഒരു ഏരിയയാണ് ജീൻ എക്സ്പ്രഷൻ എന്നൊക്കെ പറയാം. സാർ അത് വളരെ മനോഹരമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനിയും തുടർന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, ജീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാർട്ടാണ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവപ്പെടാം. അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷീല മാം പറയും. മ്യൂട്ടാകുന്നില്ല സാറേ. സാറേ ഗുഡ് ഈവനിങ്. സനി സാറേ. സാർ ഇതിലേ ജീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് അവരിൽ നിന്ന് ഒട്ടും തന്നെ കുറവില്ലാതെ നമുക്ക് ആർക്കും, മക്കൾക്ക് ആർക്കും വ്യത്യാസമില്ലാതെ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യാസം ഉണ്ടെന്നറിയാം. അവർക്ക് മുമ്പുള്ള പേരൻസിൽ നിന്ന്, ഗ്രാൻഡ് പേരൻസിൽ നിന്ന്, അവരുടെ പുറകിലോട്ടുള്ളവരിൽ നിന്ന് നമുക്ക് ചില അതിന്റെ ചില അറേഞ്ച്മെന്റ്സിലൂടെ ചില സ്വഭാവം മാറി വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ അതങ്ങനെ അറിയാം. അപ്പൊ ഈ ജീൻ എന്ന് പറയുന്ന നമ്മള് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ പിന്നെ ഇതില് നമ്മുടെ സെൽസിലുള്ള ജീൻസ് നമ്മളിലേക്ക് പിന്നെ സ്വഭാവത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മളെ പേരൻസിൽ നിന്ന്, അല്ലേ എന്നല്ലേ സാർ പറഞ്ഞത്? അതുകൂടാതെ എൻവിയോൺമെന്റും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ സാർ പറയുമ്പോൾ മനസ്സിലാകുമായിരിക്കും. പിന്നെ അതില് ഒരു നമ്പർ കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് 10% നമുക്ക് ജനറ്റിക്കലി കിട്ടുന്നതും 90% നമ്മുടെ എൻവയോൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നതാണ്. അയ്യോ, അതൊരു ഭയങ്കര ഒരു പുതിയ അറിവാണ് സാറേ. അങ്ങനെയാണെങ്കിൽ നമ്മള് അതുകൂടി പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് പലരുടെ ഉറക്കം പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇതുവരെ അത് പറയാൻ ഞാൻ അത് നന്നായി സാറേ. കാരണം ഉലകനാൻ സാറൊക്കെ അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങത്തില്ല. പിന്നെ അപ്പൊ സാറേ ഈ 90% നമ്മൾ എൻവയോൺമെന്റിനെ റെഡിയാക്കി എടുക്കണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്കിനി അത് പറ്റുമോ? അതെ, നമ്മുടെ ഇനി പുതിയ ജനറേഷൻ വരുന്നവർക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താൽ അത് പ്രയോജനകരമായിരിക്കും ആ കുട്ടികൾക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയാൻ താല്പര്യമുള്ളത്. ഇതുവരെയുള്ള എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെയാണ് ആയിരിക്കുന്നത്, പ്രശ്നമില്ല. അപ്പം അതുപോലെ നമ്മുടെ ഇനി അടുത്ത തലമുറ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കിക്കൊണ്ട് വരാൻ സാറി പറഞ്ഞത് ഈ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കൂടി സാറ് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ സാറേ. ജീൻ എക്സ്പ്രഷൻ പറഞ്ഞ് സാറ് പറഞ്ഞല്ലോ, ഗാലക്ടോസെമിക് അത് ലാക്ടേറ്റ് എന്നാണോ ലാക്ടേസ് എന്നാണോ സാർ പറഞ്ഞത്? അത് ഗാലക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഗാലക്ടോസ് വരുന്നത്. ഈ ഗാലക്ടോസിനെ നമ്മുടെ ശരീരം ദഹിപ്പിക്കണമെങ്കിൽ ഗാലക്ടേസും ലാക്ടേസ് എന്നും പറയുന്ന എൻസൈംസ് ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളും, ഉണ്ടാക്കണം. പക്ഷെ ഒരു കുഞ്ഞിന്, പിറന്നു വീണ കുഞ്ഞിന് അത് ഇൻ കേസ് ജനറ്റിക്കലി ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ജീൻ അവർക്ക് ഇല്ലെങ്കിൽ ആ കുഞ്ഞിന് അത് കഴിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അലർജിക് ആയിട്ട് വരുന്നത്. അതിന് ഒത്തിരി സിംറ്റംസ് ആണ് അതിനകത്ത് വരിക. അപ്പൊ ഞാൻ അതൊരു മെയിൻ ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാഞ്ഞത്. അതിന് പലതരത്തിലുള്ള സിംറ്റംസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ കുട്ടിയുടെ ശരീരത്തിൽ അതൊക്കെ കാണും. പെട്ടെന്ന് തന്നെ ഡോക്ടർ അങ്ങനെ ഒരു ഇൻടോളറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് പിന്നീട് ലാക്ടോസ് റിമൂവ് ചെയ്തിട്ടുള്ള പാല് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങുന്നത്.
അങ്ങനെയുള്ള പാലും ഉണ്ടല്ലേ സാറേ, ലാക്ടോസ് റിമൂവ് ചെയ്തിട്ടുള്ള? ലാക്ടോസ് റിമൂവ് ചെയ്തിട്ടുള്ള പാലുണ്ട്, എല്ലാം നമുക്കിപ്പം പോസിബിൾ ആണ്. അതെ, അതായിരിക്കുമല്ലോ ഈ ലാക്ടോജൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ഗ്രേഡ് ചെയ്തുള്ള അതൊക്കെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം, അത് തന്നെ സാറേ, പിന്നെ സാർ ഇപ്പൊ പറഞ്ഞില്ല, എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മറന്നുപോയി. എന്തായാലും ഞാൻ പിന്നെ ചോദിച്ചോളാം, ബാക്കിയുള്ളവർക്കും ചോദിക്കണമല്ലോ ഡൗട്ടുകൾ. ശരി സാറേ, താങ്ക് യു സാർ. സാറേ, ഒരു ചെറിയ സംശയം എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതാണത്. ഈ നമ്മൾ പലപ്പോഴും വീടുകളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അമ്മയുടെ മുല കുടിച്ചു വളരുന്ന കുട്ടിയും അതിന് ഭാഗ്യം കിട്ടാത്ത കുട്ടിയും അവർ തമ്മിൽ ശാരീരികമായും മാനസികമായും ഒത്തിരി മാറ്റങ്ങൾ അവരുടെ വളർച്ചയിലും പിന്നീടുള്ള ജീവിതത്തിലും കാണുന്നുണ്ട്. അതുമായിട്ട് എന്താണ് അതിനെക്കുറിച്ച്? അതിന് ജെനറ്റിക്സ് ബാധകമാവുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുലപ്പാലിന്റെ പോഷക ഗുണങ്ങളാണ്. രണ്ടാമത്തത്, ആ മുല കൊടുക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എത്തുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ്. ഇത് രണ്ടും ആണ് അവിടെ കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. പാല് അമ്മയുടെ തന്നെ കുടിക്കണം എന്നില്ല. അതേ സമയത്ത് ആ സമയത്ത് തന്നെ പ്രസവിച്ച വേറൊരു സ്ത്രീ പാല് കൊടുത്തു കഴിഞ്ഞാലും കുഞ്ഞിന് അതൊക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ സാർ, താങ്ക് യു. കുറെ കാലമുള്ള ഒരു സംശയമാണത്. കാരണം വീടുകളിൽ പറയും, അവന് വേലക്കാരിയുടെ മുലയാണ് കൊടുത്തത്, അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല, വളരെ പുച്ഛത്തോടു കൂടി പറയുന്നൊരവസ്ഥ. അത് കേൾക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പറയുന്നവർക്ക് അത് എഫക്ട് ചെയ്യും. അതിനുശേഷം ആ മാനസികാവസ്ഥ എഫക്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഇതില് ഇനി അടുത്ത, ഇപ്പം മാഡം അത് സൂചിപ്പിച്ചിരുന്നു, ഷീല മാഡം സൂചിപ്പിച്ചിരുന്നു, നമുക്ക് നമ്മുടെ ജനിതക രീതികൾ മാറ്റാൻ പറ്റുമോ? തീർച്ചയായും മാറ്റാൻ പറ്റും. കാരണം ഈ ജനറ്റിക് കോഡിങ്ങും അതിനുശേഷം അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റൊരാളിലേക്ക് എത്തുന്നതും, ഇപ്പോ തടി കൂടിയ അല്ലെങ്കിൽ BP കൂടിയ ആൾക്കാരുടെ കുട്ടികളിൽ BP വരാനുള്ള ജീനിന് സാധ്യത ഉണ്ടെങ്കിൽ, ഈ BP ഒക്കെ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുപിടിച്ച ഒരു രോഗമൊന്നുമല്ല, മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരിക്കാം. എന്നാൽ നമ്മൾ അടുത്ത കാലത്ത് കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഈ BP ഇല്ലാത്ത ആൾക്കാർ മുമ്പ് ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും BP ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് ആളെങ്കിലും BP ഇല്ലാത്ത. പക്ഷെ BPയുടെ എണ്ണം ഇപ്പൊ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പോകാൻ അതിനുള്ള ആ ഒരു സർക്കംസ്റ്റൻസസ്, ആ ഒരു പരിതസ്ഥിതി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ പരിതസ്ഥിതി മാറ്റിക്കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിയിലെങ്കിലും അത്തരം ഒരു പരിതസ്ഥിതി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ നെക്സ്റ്റ് ജനറേഷൻ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട്, അറ്റ്ലീസ്റ്റ് ആ BP എന്ന് പറയുന്ന ഒരു ഇഷ്യൂ മാറി, നല്ല ഒരു ജനറ്റിക്കലി മാറിയിട്ട് കേട്ടോ, ജനറ്റിക്കലി അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതെ ഒരു നോർമൽ കുഞ്ഞിന് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴ് ഈവൻ ഞാനും ഇപ്പോഴും കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പലരോടും ചോദിക്കാറുണ്ട്, അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തൈറോയിഡോ BPയോ ഡയബറ്റിക്കോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ എൻവയോൺമെന്റും അവരുടെ രീതികളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതിനനുസരിച്ച് അവരെ കുറച്ചുകൂടി ബോധവാനാക്കാൻ പറ്റും. ഞാൻ എന്റെ ജീവിത രീതിയിൽ ഞാനൊരു മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യം ബോധ്യപ്പെടണം. അത് ജസ്റ്റ് ഒരു തടി കൂടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആവശ്യമല്ല. അങ്ങനെ ആകുമ്പോൾ തടി കുറഞ്ഞ് നോർമൽ തടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുഡ് പാറ്റേൺ പൂർണ്ണമായിട്ട് മാറ്റുമല്ലോ, പഴയതിലേക്ക് കൊണ്ടുവരും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഈവൻ ഞാൻ നെക്സ്റ്റ് സെഷനിൽ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രോണിക് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരു പാരന്റ്സ് കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ്. മീൻസ് അത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവർ പൂർണ്ണമായിട്ട് ഹെൽത്തിലേക്ക് വരട്ടെ. തിരിച്ച് 2 വർഷമോ 3 വർഷമോ എടുത്തിട്ട് പൂർണ്ണമായിട്ട് ഹെൽത്തിലേക്ക് വരട്ടെ. അല്ലാതെ ഇൻവിട്രോ മറ്റു പല രീതിയിലുള്ള ബേബികളിലേക്കും പോവാതെ ആരോഗ്യകരമായിട്ട് നമുക്കതിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അതിനൊരു
നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഈ സയൻസിനും ഒക്കെ കുറച്ചുകൂടി കാര്യം ഉണ്ടാവും, കുറച്ചുകൂടി മാറ്റ് കൂടും. അതെ അതെ അതെ. ഓക്കെ ഉഷ ഉഷ പറയും. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇന്നത്തെ സെഷൻ ഒരു പാരമ്പര്യ രോഗങ്ങളെ കുറിച്ചും അതിന്റെ ഉള്ള സാധ്യതകളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. വലിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അതേപോലെ തന്നെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് 2-3 തവണ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതേക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പോലും സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനറ്റിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എത്രമാത്രം അവനെ സ്വാധീനിക്കുന്നു, പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ വളർച്ചയും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഒരു പാരമ്പര്യ രോഗങ്ങളെ കുറിച്ചും അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ ക്രോമസോംസിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ജീൻ അടുത്ത തലമുറയിലേക്ക് നമുക്ക് സെർവ് ചെയ്യണതിന് മുൻപ് തന്നെ ഈ പേരൻസ് എത്രമാത്രം കോൺഷ്യസ് ആയിരിക്കണം, അവരെന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, അവരെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ വരുമ്പോൾ മാത്രം അവർ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളൊരു വലിയൊരു കൺസെപ്റ്റാണ് സാറ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ഡൗട്ട്സുകൾ ഒരുപാടുണ്ട്. ഇനിയും കുറച്ച് സെഷൻസ്, ഈ പറഞ്ഞാൽ ഈ സെഷൻ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുള്ളൂ. സാർ മുന്നെടുത്ത ആ ക്ലാസ്സുകളിലോട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ വന്നിരുന്നു. അതും നമുക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചു. സാറിന്റെ അവതരണം വളരെ സിമ്പിൾ ആയിരുന്നു. അത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും? എനിബഡി എൽസ്? പ്രവീൺ, ജയലക്ഷ്മി, ഇന്ദിരാദേവി, സരസ്വതി, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ? തീർച്ചയായിട്ടും ആലോചിച്ചോളൂ. നമുക്ക് അടുത്ത ആഴ്ചയാണെങ്കിലും തീർക്കാം, കുഴപ്പമില്ല. പറ്റുകയാണെങ്കിൽ അതെ പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി നോളജ് എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്രാവശ്യം ഞാൻ ഒരുപാട് അങ്ങനെ ടെർമിനോളജി ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഞാൻ കുറച്ചെങ്കിലും ടെർമിനോളജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സയൻസ് ആണ്, പ്യുവർ സയൻസിലേക്ക് പോകാൻ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ പക്ഷെ ചില വേർഡ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഫർദർ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരാരും ഇനിയൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. എനിക്ക് ആരുടെയും പ്രായമൊന്നും അറിയില്ല. സ്റ്റിൽ എനിക്ക് തോന്നുന്നു പുതിയൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാത്ത നിങ്ങളുടെ നെക്സ്റ്റ് തലമുറയോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം കോൺഫിഡൻസ് ഉണ്ടാവണം. അല്ല, അറിവൊന്നും വലിയ കാര്യമൊന്നുമില്ല. അറിവിനേക്കാൾ കൂടുതൽ മറ്റൊരാൾ പറയുന്നതിന് നമുക്ക് വിശ്വസിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സെർച്ചിങ് മോഡ് വരണം. ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന്. എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. ശരിക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമം നടത്തിയാൽ തന്നെ ഈ പറഞ്ഞ വേർഷൻസ് കൃത്യമായിട്ട് വരും. കൃത്യമായിട്ട് അറിയുക. അപ്പോൾ അറിയുമ്പോഴത്തേക്കും ഈ ചേഞ്ചസ് എന്താണെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഒരു സെക്കൻഡറി ഒപ്പീനിയൻ പോലും ഇല്ലാതെ, അല്ലേ, കേട്ടത് അതുപോലെയൊക്കെ പലപ്പോഴും വിഴുങ്ങി സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണിത്. അപ്പം അതിനൊരു മാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. യെസ്, വിജയലക്ഷ്മി പറയും. ഞാൻ പകുതിയായപ്പോഴാണ് കയറിയത്. പക്ഷെ കേട്ട ഭാഗം, പിന്നുള്ള ഭാഗം അത്രയും പ്രയോജനമായിട്ട് തോന്നി. ആദ്യം മുതൽ കേൾക്കാൻ പറ്റിയില്ല. സാർ റെക്കോർഡ് ഇടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് ജനറ്റിക്കും എൻവയോൺമെന്റും നമ്മളെ എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം, ഇതിന് നമുക്ക് മിക്കപ്പോഴും ഇതിന് അവയർനെസ് ആണ് വേണ്ടത്. നമുക്ക് ഇതിനുള്ള നോളജ് എവിടെ നിന്ന് കിട്ടും?
നമ്മുടെ സ്കൂളിലെങ്ങും ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പോഴും പഠിച്ചു പോരുന്ന വഴിയിൽ നമുക്ക് ഇപ്പോഴാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം കിട്ടിത്തുടങ്ങിയത് തന്നെ. ഇങ്ങനത്തെ അറിവ് കിട്ടാനായിട്ട് പണ്ടങ്ങോ ആർക്കും അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള അറിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. അതുകൊണ്ട് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള അറിവ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇവിടെ ടീച്ചർമാർ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്, എങ്കിൽ അവരുടെ ഉള്ളില് ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് അറിവ് എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ കാര്യം മാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതിൽ നിന്ന് തുടങ്ങണം. അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം പുറത്തേക്ക് പോകുന്ന രീതി വെച്ചിട്ടാണ്, അതിനാണ് ഒരുപക്ഷെ ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു മാറ്റം പോസിബിൾ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ആ മാറ്റം ഞാൻ എന്നിൽ നിന്ന് തുടങ്ങാൻ വേണം. ഉറപ്പിച്ച് പറയാൻ കഴിയണം, ഉറപ്പിച്ച് പറയാൻ കഴിയണം. അതിനുള്ള അറിവും തിരിച്ചറിവും. പിന്നെ നമ്മൾ ഈ പറയില്ലേ, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിന്റെ എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ പ്രശ്നമുള്ളതാണ്. അത് തന്നെയാണ് നമ്മളെ പലപ്പോഴും ഇപ്പം നമ്മൾ പറയില്ലേ ക്യാൻസറിനൊക്കെ 1-ാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അപ്പം അതിനെയും നമ്മൾ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ജനറ്റിക് എന്നൊക്കെ പറയും. ഇപ്പൊ കൊച്ചു കുട്ടികളിൽ കാണുന്ന പഠന വൈകല്യങ്ങളെ കുറിച്ചൊക്കെ സാറൊന്ന് പറഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലേ. കുറെ ഉണ്ട്. പഠന വൈകല്യമല്ല, അവർക്ക് വൈകല്യം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീനുകൾ വികലമാവും. ജീൻ എക്സ്പ്രഷൻ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്കിപ്പോ ഒരു ചൈനീസ് ബുക്ക് എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്നോടത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വായിക്കും. എനിക്ക് ചൈനീസ് അറിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും ചൈനീസ് അറിയില്ല എന്നുള്ള ഉറപ്പോടെ ഉണ്ട്. ഓക്കെ, മീൻസ് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാനിത് വായിക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്ക് ചൈനീസ് അറിയാമെന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ഡോമിനൻസ് വന്നു. ജനിതകപരമായിട്ട് ഇതുപോലെയുള്ള എക്സ്പ്രഷൻസും റീഡിങ്ങും അവരെന്താണ് ജീൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന്, ആ റീഡിങ്ങിന് ശേഷം എന്താണ് പ്രവർത്തനം നടക്കുന്നത്, അതിലല്ലേ ഉള്ളതെല്ലാം. ഒരു ലാംഗ്വേജ് വെച്ച് ഞാൻ അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ എന്താ വരുന്നത്, DNA നിന്ന് RNA പോകുന്നു, RNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു, പ്രോട്ടീനിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സില് പ്രോട്ടീൻ ചെയിൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ അവിടെ ഇല്ലെങ്കിൽ, അതിനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒക്കെയാണ് ഒരുപക്ഷെ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീൻ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായില്ല. സ്ലോലി ആ ജീൻ വിചാരിക്കും ഇനിയിപ്പോ ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻവയോൺമെന്റ് ഇല്ല എന്ന് പറയാം അല്ലേ. എൻവയോൺമെന്റ് ഇല്ല, സൗകര്യങ്ങളില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഈ മ്യൂട്ടേറ്റഡ് ജീൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഒരുപക്ഷെ മ്യൂട്ടേറ്റഡ് ജീൻ പലപ്പോഴും ക്യാൻസറസ് ആവാറുണ്ട്. പക്ഷെ ഈ ഡോമന്റ് മീൻസ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ, സപ്രസ്ഡ് അല്ലെങ്കിൽ ഡോർമെന്റ് ആയിരിക്കുന്ന എക്സ്പ്രഷൻ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാത്ത ചില ജീനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ ഈ ഗാലക്ടോസീമിയ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തില് ജീൻ ഡോർമൻസിയിലേക്ക് പോയിട്ട് നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ ലാക്ടേസ് ഉൽപ്പാദിപ്പിക്കാനും ലാക്ടോസിനെ ടോളറേറ്റ് ചെയ്യാനും കഴിവുണ്ടാവും. ഒരു പെർട്ടിക്കുലർ രോഗത്തിനെ എടുത്തിട്ട് ഞാൻ അവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് ഒരുപക്ഷെ ഈവൻ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴെന്താ, ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ തലയിൽ നിന്ന് വന്നിരിക്കുന്ന വെളിച്ചം, പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് വന്നിരിക്കുന്ന വെളിച്ചം എത്ര കൂടുതലാ, ആ ജീവിക്കാനുള്ള ത്വര എത്ര കൂടുതലാ. ഇതൊരു സിംഗിൾ കേസ് അല്ല, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരില്ലേ ഉണ്ട്. ബോഡിയുടെ താഴെ പാർട്ട് ഇല്ല, അപ്പർ ബോഡി മാത്രം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു. അതെ, തലശ്ശേരി ഇതിനിടെ നീന്തിയ ഒരാളുടെ ഒരു കൈ ഇല്ല. അതെ, അതെ. കടലിൽ നീന്തിയ 3 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു.
പക്ഷെ അവിടെയൊക്കെ ആ എൻവയോൺമെന്റ് അദ്ദേഹം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പോസിറ്റീവ് പറയണം, പോസിറ്റിവിറ്റി തന്നെ പറയണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെൽത്തിന്റെ എല്ലാ പില്ലേഴ്സിനും എന്തൊക്കെ സ്വാധീനമുണ്ടെന്നും അതല്ലാതെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇനിയിപ്പോ വരുന്ന സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു സെഷൻ ആവുന്നുള്ളത് കൊണ്ട് ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ ഇന്നും പോയിട്ടില്ല, അടുത്ത ആഴ്ചയും പോകുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടച്ച് ചെയ്തിട്ട് എഗൈൻ ഒരുപക്ഷെ ഒരു ഡിസ്കഷൻ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. സാറേ ഒരു ഡൗട്ട്, ചില ജനറ്റിക് രോഗങ്ങളെ ഒരു 2-4 തലമുറകൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കും, പിന്നെ അത് 2-4 തലമുറകൾക്ക് ശേഷമായിരിക്കും വരുന്നത്. അതെന്തുകൊണ്ടാ? അതിനിടയിൽ ആ എൻവയോൺമെന്റ് കിട്ടാത്തത് കൊണ്ട് ആ ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതൊരു റീസൺ. അതൊരു റീസൺ. രണ്ടാമത്തത്, ചില സ്ഥലങ്ങളിൽ ഈ ജീൻ ഡോമിനൻസ് വരാൻ വേണ്ടിയിട്ട്, ജീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങള് അതിനിടയിൽ ഏതോ ഒരു പാരന്റിൽ നിന്ന് കിട്ടാതെ വന്നു. XY ക്രോമസോമിൽ അവിടെ എവിടെയോ വെച്ച് അത് നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് അത് എപ്പോഴാണോ സിമിലർ ഒരു ജീൻ കിട്ടുന്നത് അപ്പോഴാണ് അത് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്നത്. ഒത്തിരി രോഗങ്ങളുണ്ട് അങ്ങനെ. തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി രോഗങ്ങൾ നമുക്ക് അറിയാം ഓൾറെഡി, ചെറിയ ക്ലാസ്സിൽ പഠിച്ച. അതെ അതെ, ജനറ്റിക് ആണ് അതൊക്കെ. അതുപോലെ ഈ ഇൻഫൻസിന് പിന്നെ ഈ ജോണ്ടിസ് ഉണ്ടാകുന്നത് ഈ സാറ് നേരത്തെ പറഞ്ഞ ആ ഒരു എന്തോന്ന് ലാക്ടേറ്റ് എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടാകാത്തത് കൊണ്ടാണ്. അതാണ് അപ്പോഴേ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ കാര്യം അല്ലേ സാറേ? അത് അതിന് ഒരു ലക്ഷണം മാത്രമാണ്, ആണല്ലേ? അതിന്റെ കോസ് അല്ല. മീൻസ് അത് എല്ലാവർക്കും ജോണ്ടിസ് ഉള്ള എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറം കാണുമ്പോൾ വെയിൽ കൊള്ളിക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെയാണത്. അതെ, ലിവറിന് കുറച്ചുകൂടി ഹെൽത്തി ആവണം. ഈവൻ ലിവർ ഹെൽത്തി അല്ലെങ്കിലും വൈറ്റമിൻ ഡിയുടെ ആവശ്യം ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അല്ല സാറ് കാണിച്ച പിക്ചറിൽ അത് കണ്ടായിരുന്നു. ഒരു ലക്ഷണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എനിക്ക് ഒരു പക്ഷേ DNA RNA പ്രോട്ടീൻ ചെയിൻ പറഞ്ഞതിന് ശേഷമാ സാർ അത് പറഞ്ഞു. ഒരു മിനിറ്റ്. ഇത് തന്നെ കണ്ടില്ലേ? അതിനകത്ത് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമേ മാഡം ഇപ്പൊ ചോദിച്ചുള്ളൂ, ജോണ്ടിസ് മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്രെയിനിനുള്ളത്, കിഡ്നിക്കുള്ളത്, ലിവറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മഞ്ഞ നിറം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യാൻ കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ ഈ പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പൊ അത് ജോണ്ടിസ് ആണോ സാറേ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് അല്ലേ? വൈറ്റമിൻ ഡിയുടെ പല കാരണം കൊണ്ടും വരാം. അതിന്റെ ഡീറ്റെയിലേക്ക് പോണോ? സമയമില്ലെങ്കിൽ വേണ്ട സാറേ, അടുത്ത ക്ലാസ്സിൽ അതും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നാ മതി. കാരണം അത് ഡോക്ടർമാരുടെ ഏരിയ ആണ്. ഞാൻ പറയുന്നത് പലതും ചിലപ്പോ അവരുമായിട്ട് നല്ല ടേംസിൽ പോണമെന്നില്ല. ഞങ്ങൾ അവരോട് പറയില്ല സാറേ. ഞാൻ പറയാം. അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് കേസ് വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും കേസിൽ ഉള്ളത് കൊണ്ടാണോ മാഡം അത് ചോദിക്കുന്നത്? അല്ല, ഞാൻ മിക്കവാറും കുഞ്ഞുങ്ങളെ നമ്മൾ കാണാൻ ചെല്ലുമ്പോഴേ അവര് രാവിലെ വെയിൽ കൊള്ളിക്കുന്നുണ്ടെന്ന് പറയുന്നു, വൈകുന്നേരത്തെ വെയിൽ കൊള്ളിക്കാൻ പറയുന്നു. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവെന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ സാറ് കാണിച്ച പിക്ചറിൽ ഇത് ഈ സാധനം ഉണ്ടാകുന്ന ലാക്ടേറ്റ് എന്ന് പറയുന്ന ആ സാധനം ഉണ്ടാകാത്ത കുട്ടികളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതാ ഞാൻ അതും ഇതും ആയിട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ്. ആക്ച്വലി ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലിറൂബിൻ ആണ് അവിടെ മഞ്ഞ ഉണ്ടാക്കുന്നത് അല്ലെ? ബിലിറൂബിൻ എന്ന് പറയുന്നത് നമ്മുടെ പിത്തം ആയിട്ട് അല്ലെങ്കിൽ പിത്തരസം, നമ്മുടെ ബൈലാസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്.
ഈ അതെ പിഗ്മെന്റിന്റെ ഓവർ ആവുന്ന സമയത്ത് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ, നമ്മുടെ ബ്ലഡിൽ നിന്ന് അതിനെ പുറത്തേക്ക് കളയാൻ പെട്ടെന്ന് ശരീരത്തിന് കഴിയുന്നില്ല. സ്ലോലി ആക്ച്വലി ഈ ബിലിറൂബിൻ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ശരീരം ഉണ്ടാക്കുന്നതും മറ്റേത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതും. അപ്പൊ ഇതിൽ ഏതാണ് ഇവിടെ കോസ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് അറിഞ്ഞിട്ട് വേണം അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാൻ. ഓ ഡയറക്റ്റും ഓക്കെ ഇൻഡയറക്റ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓരോ കോസും അത് വേറെ വേറെ ആയിരിക്കും. അപ്പൊ ആ പ്രധാനപ്പെട്ട കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം, കാരണം മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ. ചികിത്സ ആ അപ്പൊ അതെ ഈ ഭക്ഷണം, കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരുപക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കൊടുക്കുന്ന പാൽപ്പൊടി, മിക്കവാറും ഇപ്പോഴും അങ്ങനെയാണ് കൊടുക്കുന്നത്. പാലുണ്ടാവാൻ താമസം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഒരുപാട് എനിക്ക് വിശ്വാസം ഇല്ല. അപ്പോ ആ കൊടുക്കുന്ന പാൽപ്പൊടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം അതെ അതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ബിലിറൂബിൻ ആണെങ്കിൽ, അങ്ങനെ നമ്മൾ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോയിട്ട് വേണം മനസ്സിലാക്കാൻ. വൈറ്റമിൻ ഡി ഒക്കെ അതിന്റെ ഒരു പാർട്ട് ഓഫ് ഇറ്റ്, അമ്മയുടെ വൈറ്റമിൻ ഡി ലെവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാം. ഓക്കെ ഓക്കെ സർ ഓക്കെ സർ. ഇതിൽ ലിവർ ഒരുപാട് കാര്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. സാറിനത് നമുക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഞ്ഞപ്പിത്തത്തിന്റെ ഫങ്ഷനിങ്, അല്ലെങ്കിൽ അത് പുറത്തു വരുന്നത്. അത് ഈ നഖത്തിനൊക്കെ പെട്ടെന്ന് കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ബ്ലഡിലെ മാറ്റം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓ ഓക്കെ അതിനകത്ത് തന്നെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓ അത് ശരി ശരി. അതാണ് ലിവറും മഞ്ഞപ്പിത്തവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. അതെ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആവാം, പ്രോട്ടീൻ ഡൈജഷൻ ഇഷ്യൂസ് ആവാം, അതുപോലെ തന്നെ ഈ ലാക്ടോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം. സംവേർ ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ വർക്ക് വരുന്നത്, നടക്കുന്നത്. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു സർ. എനിത്തിങ് മോർ, എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീക്ക് അല്ലേ, സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഉലനൻ സാറിന്റെ പുറകിൽ ആരോ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്, കൊച്ചു സാറ്. അടുത്ത തലമുറയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യണം എന്ന് അറിയണ്ടേ. അതുപോലെ ഓക്കെ സാർ, സാറ് അപ്പോ താങ്ക് യു. വിഷമാനെ പറഞ്ഞോ. സാറേ, അതെ, നമുക്കിപ്പം ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മുടെ മക്കളുണ്ടാവുമ്പോൾ അവരിലേക്ക് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും നമുക്ക് കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ പ്രയോജനപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. പറ്റും, ശരിക്കും. തീർച്ചയായിട്ടും. ഇതില് പിന്നെ നമ്മള് ശരിയായ ചോദ്യം ശരിയായ സ്ഥലത്ത് ശരിയായ ആളോട് ചോദിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മള് ഉള്ളിൽ വരേണ്ട ഒരു മാറ്റം. ഇതിനിടെ പാചകത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതില് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് പിമ്പിൾസ് എങ്ങനെ മാറ്റാം ചേച്ചി എന്ന് പറയുന്ന ഒരു കമന്റാ. പാചകവും പിമ്പിൾസും തമ്മിൽ നേരിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ശരി, ഇതുപോലെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ആൾക്കാർ ആരെടുത്താണ് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റോള് തുടങ്ങുകയാണ്. ഇത് അറിയില്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വളരെ മോശമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും എപ്പോഴും. എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന രീതിയാവും അല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെൻ. നാളെ നമുക്ക് തിരുക്കുറളിൻ്റെ 25ാമത്തെ സെഷനാണ്. നമ്മൾ 25 ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞു തിരുക്കുറളിൻ്റെ കുറളുകളുമായിട്ട്. സോ താങ്ക് യു സനൽ സാർ. ഒരിക്കൽ കൂടി പാരമ്പര്യത്തിൽ നിന്ന് തരുന്നതിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ നമുക്കൊന്നും കൂടെ വിശകലനം ചെയ്യാം. എല്ലാവരും ഒക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരിക. എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന് പേഴ്സണലി ഒന്ന് അയച്ചു കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. സാറിനൊരു ഗ്രൂപ്പുണ്ട്, സാറിൻ്റെ ആ ഗ്രൂപ്പിൽ ലിങ്ക് ഒന്ന് ഇട്ടുള്ളൂ. അത് കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ടാവുമോ? ഓക്കെ, അല്ല ഞാൻ പറയുമായിരുന്നു. അല്ലെങ്കിൽ സാറിൻ്റെ നമ്പറിലെന്ന് വെച്ചാൽ അത് സാറിനൊരു ഗ്രൂപ്പ് ഇതുണ്ട്. ഈ പറയുന്ന സെഷൻസ് ഒക്കെ സാർ അതിൻ്റെ അകത്ത് ഇടാറുണ്ട്. ഇതുപോലെ സംസാരിക്കുകയല്ല, അത് വാട്സപ്പിലാണെന്ന് മാത്രം. ഞങ്ങൾക്കില്ലെന്നാ തോന്നുന്നത്. സാറിന് നമ്പർ ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ അയച്ചു. ഓ ശരി സാറേ. വാട്സപ്പ് മെസ്സേജ് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ സൻ സാർ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു.
Good night. Thank you, താങ്ക് യു സർ sir. താങ്ക് യു. Good night.